അങ്ങനെ രണ്ടാം ദിനം ഞങ്ങൾ കൊറിയയിൽ ഇവിടെ ഞങ്ങൾ ഇന്നലെ നിന്ന ഹോട്ടലിലെ റെസ്റ്റോറൻറ്റിലാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും ഇവിടെ എത്തിയിരിക്കുകയാണ്. കോണ്ടിനെൻ്റൽ ബ്രേക്ക്ഫാസ്റ്റുകളും കൊറിയൻ ഡിഷസും എല്ലാം ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാമാണ് ഇവിടുത്തെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഡിഷസ്. വെജിറ്റബിൾസും മറ്റും എല്ലാം ഉണ്ട്. റൈസും കൊറിയൻ ഡിഷസും മറ്റും എല്ലാം ഇവിടെയുണ്ട്, സോസേജ്. അങ്ങനെ ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ യാത്ര തുടർന്നു. ഞങ്ങളിപ്പോൾ ആദ്യം പോകുന്നത് ഒരു ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അടുത്തേക്കാണ്. അങ്ങനെ കൊറിയയിലൂടെ പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണിതെല്ലാം. സാംസങ് പോലെയുള്ള വമ്പൻ കമ്പനികളുടെ ഒരു ഏരിയയും കൂടിയാണ് കൊറിയ. ഇതെല്ലാമാണ് ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സ്. കൊറിയയ്ക്ക് പറയത്തക്ക ഒരു ചരിത്രം അല്ലെങ്കിൽ ജപ്പാനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിനും മാത്രം ഒരു ചരിത്രമുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇതാണ് ഇവിടുത്തെ ഷിപ്പിംഗ് ഏരിയ, ഇവിടുത്തെ പോർട്ടാണിത്. ഇവിടെ കുറേ ഗ്യാരേജസും മറ്റും എല്ലാം നമുക്ക് കാണാമല്ലോ. ഇതെല്ലാം പല ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. കൊറിയ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു ജനറേഷന് ഏറ്റവും കൂടുതൽ കൊറിയൻ ഡ്രാമ സീരിയൽസും മറ്റുമായിരിക്കാം ഓർമ്മ വരുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരു പാർക്കിംഗ് ഏരിയയിൽ വണ്ടി നിർത്തി ബസ്സിൽ നിന്നിറങ്ങി ഞങ്ങൾ നടക്കുകയാണ്. ഇതിലൂടെയാണ് ഞങ്ങൾ പോകേണ്ടത്. പോകുന്ന വഴിയിൽ നിറയെ സൂര്യകാന്തി പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു. നല്ല ഭംഗിയോടുകൂടിയാണ് ഇവിടെ ഒരുക്കി വച്ചിരിക്കുന്നത്. ഞാനിതിൻ്റെ പല സ്ഥലത്തിൽ നിന്നും പല ഷോട്ട്സ് എല്ലാം എടുത്തു. ഇങ്ങനെ നടന്ന് ഞങ്ങൾ കയറി എത്തുന്നത് ആ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അടുത്തേക്കാണ്. ഇങ്ങനൊരു പല രൂപങ്ങളും മറ്റുമെല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇവിടെ നിന്ന് അക്കരെ നോക്കുമ്പോൾ നല്ല വ്യൂ പോയിൻ്റാണ്. മലകളും പോരാത്തതിന് ബിൽഡിങ്സും എല്ലാമായി. ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. പലരും ഗ്ലാസ്സിലൂടെ നടക്കാൻ കുറച്ചൊന്ന് പേടിച്ചാണ് നടക്കുന്നത്. അത് ആദ്യം നമ്മൾ അവിടുന്ന് ഒരു ചെറിയൊരു കവറ് നമ്മളെ ഷൂസിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെ നടക്കാൻ. കാരണം ചളി അല്ലെങ്കിലാകും. അങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെയുള്ള നടത്തമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും തിരിച്ച് പോവുകയാണ്. ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അടുത്തുള്ള ബിൽഡിങ്ങും മറ്റുമെല്ലാം. ഇതൊരു വലിയ ഫ്ലാറ്റ് അങ്ങനെ വലുതോ ആണ്, ആളുകൾ താമസിക്കുന്ന. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി വീണ്ടും യാത്ര തുടർന്നു. ഉരുക്കപ്പലുകളും മറ്റുമെല്ലാം ഇവിടുന്ന് ഒരു നല്ലൊരു കാഴ്ചയാണ്. ശരിക്കും ഒരു കടലിനെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കടലാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ് ശരിക്കും കൊറിയ. ഇതെല്ലാം ഇവിടുത്തെ കൊറിയൻ ഇൻഫ്രാസ്ട്രക്ചറും പല കമ്പനീസുമാണ്. അങ്ങനെ ഞങ്ങളെ യാത്ര മുന്നോട്ട് പുരോഗമിക്കുന്നു. ഞങ്ങളൊരു സ്ഥലത്ത് ബസ് നിർത്തി ഞങ്ങൾ ഇറങ്ങി നടക്കുകയാണ്. ഇനി ഞങ്ങൾ പോകുന്നത് ഒരു കേബിൾ കാർ യാത്രയ്ക്കാണ്. അവിടേക്കുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലെ ബിൽഡിംഗ് ആണ് ഇത്. അവിടേക്കുള്ള ടിക്കറ്റ് എടുത്ത് നമ്മുടെ സ്കൂബ് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. നമ്മൾ ലിഫ്റ്റ് വഴി മുകളിലെത്തി. ഒരു നീണ്ട ക്യൂ ആണ് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. ആ ക്യൂവിൽ നമ്മൾ നിൽക്കണം. ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാരെല്ലാം ഇവിടെ ഇങ്ങനെ ക്യൂവിൽ നിൽക്കുകയാണ്. ഇതാണ് ആ കേബിൾ കാർ. ഗൊണ്ടോള എന്നും പറയും. ഇതിൽ കയറി ഞങ്ങളിങ്ങനെ കടലിൻ്റെ മുകളിലൂടെ ഉള്ളൊരു യാത്രയിലേക്കാണ് പോകുന്നത്. വളരെ നല്ലൊരു വ്യൂ ആണ് ഇതിൻ്റെ മുകളിലൂടെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ഗൈഡ് ജിസ് ജോയി ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ പല ഉരുക്കപ്പുഴകളും മറ്റതും ഇങ്ങനെ കടലിലൂടെ പോകുന്നത് നമുക്ക് കാണാം.
കുറേ ഗുണ്ടോലകൾ അങ്ങോട്ട് പോകുന്നു, കുറേ എണ്ണം ഇങ്ങോട്ട് വരുന്നു. ഇതിങ്ങനെ നിർത്താതെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രവാഹമായിരിക്കും. ഇതിലൂടെ പോകുമ്പോൾ അപ്പുറത്ത് നമുക്ക് വേണമെങ്കിൽ റോഡ് വഴിയും ഇതിലൂടെ പോകാവുന്ന ഒരു പാത കാണാം. ഇതൊരു മലയുടെ മുകളിലേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തുന്നത്. ഇങ്ങനെ പോയിട്ട് ആ കാണുന്ന ബിൽഡിങ്ങിലേക്കാണ് ഗൊണ്ടോള കയറുക. അങ്ങനെ ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നു. ഡോറ് തുറന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇതാണ് ഗൊണ്ടോളയിൽ എത്തിയാലുള്ള ഇവിടുത്തെ ഒരു കാഴ്ച. അടുത്തൊരു വ്യൂ പോയിൻ്റാണത്. ഇങ്ങനെ പല വ്യൂ പോയിൻറ്റ്സാണ് ഇവിടെ കൊറിയയിൽ കാര്യമായിട്ട് കാണാനുള്ളത്. പലരും അതിന് മുമ്പിൽ നിന്ന് ഫോട്ടോസും മറ്റും എല്ലാം എടുക്കുന്നു. ഞങ്ങളുടെ കൂടെ വന്നവർ തന്നെയാണ്. നല്ല കാറ്റുണ്ട്, നല്ല ഒരു ക്ലൈമറ്റിക് കണ്ടീഷനുമാണ്. ഇവിടെ ഇങ്ങനെ പല രൂപങ്ങളും എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്, പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ആൾക്കാർക്ക് അതിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം. ഞാനും കുറേ ഫോട്ടോയും വീഡിയോ എല്ലാം എടുത്തു. അതിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു ഫ്ലൈറ്റ് പോലെ, അതായത് ചെറിയൊരു ഹെലികോപ്റ്റർ പോലെ ഒരു സംഭവം എല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. ആളുകൾക്ക് വരാനും ഉല്ലസിക്കാനും ഒക്കെയുള്ളൊരു സ്ഥലം. ഒരു ടേബിൾ ടോപ്പിലെ ഒരു ആഘോഷിക്കാനുള്ളൊരു സ്ഥലം, അതാണ് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ നിന്നും ഉരുക്കപ്പലുകളും മറ്റും നമുക്കിങ്ങനെ പോകുന്നത് കാണാൻ പറ്റും. അങ്ങനെ അവിടുത്തെ ചിത്രീകരണം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും തിരിച്ച് കേബിൾ കാർ വഴി തന്നെ തിരിച്ച് പോകാൻ നിൽക്കുകയാണ്. സ്കൈ ഹാർബർ എന്നാണ് ഈ ഒരു ടേബിൾ ടോപ്പിൻ്റെ പേര്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഗൊണ്ടോളയിൽ കയറി ഞങ്ങൾ വന്ന സ്ഥലത്തേക്ക് തന്നെ പോവുകയാണ്. അപ്പോഴും നിരവധി ഗൊണ്ടോളുകൾ ഇങ്ങോട്ട് വരികയും അങ്ങോട്ട് പോവുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അതെല്ലാമാണ് ഇപ്പോഴത്തെ കാഴ്ച. ദൂരെ പടുകൂറ്റൻ ബിൽഡിങ്ങുകളും മറ്റും എല്ലാം ഇങ്ങനെ നിരന്നു നിൽക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു. ഞങ്ങൾ എവിടെ നിന്ന് തുടങ്ങിയോ അവിടേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു. ബുസാൻ എയർ ക്രൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു. അവരുടെയാണ് ഈ ഗുണ്ടോളുകളെല്ലാം. വീണ്ടും നിരവധി ആൾക്കാരെല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്തൊരു സെറ്റ് ആൾക്കാർ അവിടെ ക്യൂവിൽ നിൽക്കുന്നു. ഞങ്ങളങ്ങനെ പതുക്കെ അവിടെ നിന്നും നടത്തം തുടങ്ങി. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ആ ബിൽഡിങ്ങിൻ്റെ. വീണ്ടും ഞങ്ങൾ ബസ്സിൽ കയറി യാത്ര തുടർന്നു. ഇനി ഞങ്ങൾ പോകുന്നത് ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. ഇതൊരു ചെറിയ സ്ട്രീറ്റാണ്. ഇപ്പുറം ഇപ്പുറം എല്ലാം പല വസ്തുക്കളെല്ലാം വിൽക്കുന്ന ഒരു ചെറിയ സ്ട്രീറ്റ്. ഞങ്ങളതിൻ്റെ നടുവിലൂടെ നടത്തം തുടർന്നു. ഇവിടെ നിന്നാണ് ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിക്കുന്നത്. ഇതൊരു തനത് കൊറിയൻ റെസ്റ്റോറൻ്റാണ്. ഞങ്ങൾ താഴേക്ക് ഇറങ്ങി. ബുഫേ സിസ്റ്റമാണ്. കൊറിയൻ രീതിയിലുള്ള എല്ലാ ഭക്ഷണങ്ങളും ഉണ്ട് ഇവിടെ. ചോറും സ്റ്റിക്കി റൈസാണ് അവരധികം ഉപയോഗിക്കുക ചോറെന്ന് പറയുമ്പോഴും. അതും അതിൻ്റെ കറികളും കാര്യങ്ങളും എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. എത്ര വേണമെങ്കിലും നമുക്കെടുത്ത് കഴിക്കാം. ഞങ്ങളുടെ കൂടെയുള്ളവരെല്ലാവരും ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞ ശേഷം കുറച്ചൊരു ഫ്രീ ടൈം ഞങ്ങൾക്ക് തന്നു. നമുക്ക് വേണമെങ്കിൽ ഷോപ്പിങ്ങോ മറ്റോ എന്തോ വേണമെങ്കിലും ഇതിലൂടെ നടക്കാം. അപ്പോൾ ഞാൻ ക്യാമറ എടുത്ത് ഇവിടുത്തെ കാഴ്ചകളെല്ലാം ചിത്രീകരിക്കാൻ വേണ്ടി ഇങ്ങനെ സ്ട്രീറ്റിലൂടെ നടക്കുകയാണ്. ഇവിടെ ഇങ്ങനെ പല സ്ഥലത്തും ഇങ്ങനെ
ഷോപ്പുകളും മറ്റുമെല്ലാം ഉണ്ട്. ഇത് നമ്മുടെ കോഴിക്കോടിലെ ചെറിയൊരു SM സ്ട്രീറ്റ് പോലെയുള്ളൊരു സ്ഥലമാണ്. ഇവിടെ ഇങ്ങനെ ചെറിയ തട്ടുകടകളും മറ്റുമെല്ലാം കാണാം. അധിക സ്ഥലത്തും സ്ത്രീകളെയാണ് നമുക്ക് കാണാൻ കഴിയുക, മിക്ക ഷോപ്പുകളിലും എല്ലായിടത്തും. പല ടൈപ്പ് വാച്ചുകളും എല്ലാം വിൽക്കാൻ വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ കൂടെയുള്ള പലരും പല സ്ഥലങ്ങളിലേക്ക് പോയി ഷോപ്പിങ്ങിനും മറ്റേനുമൊക്കെ ആയിട്ട്. ഇതൊരു നീണ്ട ഷോപ്പിംഗ് സ്ട്രീറ്റ് പോലെ ഒരു സ്ഥലമാണ്. ഇവിടെ പല കോസ്റ്റ്യൂം സാധനങ്ങളും പല ക്രീമുകളും കാര്യങ്ങളും എല്ലാം വിൽക്കപ്പെടുന്ന പല ഷോപ്പുകളും ഉണ്ട് ഇവിടെ. വീണ്ടും ഞങ്ങൾ നടത്താൻ തുടർന്നു. ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇവിടെ ഒരു കൊറിയൻ ഡ്രാമ സീരീസ് എല്ലാം കണ്ടവർക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവാം. അതിൻ്റെ എല്ലാം ഷൂട്ടിങ്ങും മറ്റുമൊക്കെ നടക്കുന്ന പല ഏരിയകളാണിത്. അങ്ങോട്ടേക്കാണ് ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഇവിടെ പല ടൈപ്പ് വീടുകളും മറ്റുമൊക്കെയാണ് കാഴ്ചകൾ. ഇവിടെ ഇങ്ങനെ ഒരു രസകരമായൊരു ചിത്രമുണ്ട്, ഒരു മീനിൻ്റെ ആകൃതിയിൽ പല വർണ്ണങ്ങളെല്ലാം കൂടി ഒരുമിച്ച് വെച്ചിട്ടുള്ളൊരു രൂപം. അതിൻ്റെ മുന്നിൽ നിന്ന് പലരും ഫോട്ടോയും മറ്റുമെല്ലാം എടുക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ പലരും വേഷം കെട്ടി വന്നിട്ടും ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. കാര്യമായിട്ട് വിദേശീയരാണ് ഇവിടെ വരുന്നത്. പല പഴവർഗ്ഗങ്ങളും മറ്റുമെല്ലാം ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും മുന്നോട്ടേക്ക് നടത്താൻ തുടർന്നു. കാര്യമായിട്ട് ഇവിടെ ഉള്ളത് അധികവും ഷോപ്പിംഗ് സ്ട്രീറ്റുകളും ഷോപ്പിങ്ങിൻ്റെ സാധനങ്ങളും എല്ലാമാണ്. ഏറ്റവും അധികം കോസ്മെറ്റിക്സും മറ്റുമെല്ലാം വിൽക്കപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് കൊറിയ. ഇവർ ഇവിടെ മാക്സിമം കോസ്മെറ്റിക്സും മറ്റുമെല്ലാം മുഖത്തൊക്കെ തേച്ച് മാക്സിമം യുവത്വം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ഇവിടെ നിന്നാണ് ഞങ്ങൾ രാത്രി ഡിന്നർ കഴിക്കുന്നത്. ഇതൊരു ഇന്ത്യൻ റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ഷോപ്പിംഗ് കഴിഞ്ഞവർക്ക് ഇവിടേക്ക് വരാമെന്ന് നമ്മുടെ ഗൈഡ് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പതുക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. സമയമാവുന്നേ ഉള്ളൂ, എങ്കിലും നേരത്തെ എത്തി. അവിടെ നിന്ന് വീണ്ടും ഞങ്ങൾ ബസ്സിൽ കയറി യാത്ര തുടർന്നു.